ഹായ്, എല്ലാവർക്കും നോമ്പൊക്കെ തന്നെയല്ലേ? ഒരു നോമ്പൊക്കെ ആണെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് വെറുതെ കിടക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കാതർക്കരിപ്പടിയും സംഘാംഗങ്ങളൊന്നും സമ്മതിക്കില്ലല്ലോ. ആൽത്തു ബ്ലോക്ക് അൽത്താഫ അങ്ങനെ എന്തോ ഒരു പറഞ്ഞിട്ട് ഒരു കാസർഗോഡുള്ള ഒരു ഒരു ഒരുത്തൻ ഒരു വീഡിയോ ലീക്ക് ആക്കിയിട്ടുണ്ട്. എന്താണ് ഞാൻ മോശമായിട്ട് അല്ലെങ്കിൽ എന്താ ഞാൻ മോശത്തരം പറയുന്നത്? അത് എന്ത് വൃത്തിയാണ് ഞാൻ അതിൽ പറയുന്നത്? എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടോ? ഇല്ലാത്തത് പ്രചരിപ്പിക്കൽ അൽത്താഫ. എനിക്ക് കാതർ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതുമായി ജെന്യുവനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. അതാണ് മാന്യത. ആ മാന്യത തന്നെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ പോട്ടെ. പിന്നെ അതിൽ പറയുന്നുണ്ട് എന്താണ് ഞാൻ മെഹനാസിന്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന്. എടാ പൊട്ടാഴ്ച ആ സഫനോട് അല്ലെങ്കിൽ ഇവരോട് മെഹനാസിനൊക്കെ വിളിച്ച് ചോദിക്കും. ഇന്ന് വരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. ഇന്ന് വരെ ഞങ്ങൾ നേരിട്ട് കാണേ ഈ ഫോണിൽ കൂടെയുള്ള സംസാരങ്ങൾ ഉണ്ടായിന്നല്ലാണ്ട് നേരിട്ട് ഇന്നുവരെ കണ്ടിട്ടില്ല. ഞാൻ പോയിട്ടില്ല, അവരിങ്ങോട്ട് വന്നിട്ടില്ല. അതിന്റെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തില്ല ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു. ചങ്ക് നിശാൽ ഓന്റെ ചങ്ക് എന്ന് പറയും. ഓനക്ക് എന്തോരം കൂട്ടുകാരുണ്ടാവും, എനിക്ക് എന്തോരം കൂട്ടുകാരുണ്ടാവും. അതിൽ പെട്ട ഒരു കൂട്ടുകാരാണ്, അത്രേ ഉള്ളൂ. നേരിട്ട് ഇന്നുവരെ കണ്ടിട്ട് പോലുമില്ല. പിന്നെ എന്തിനെങ്കിൽ ഇല്ലാത്തത് പ്രചരിപ്പിക്കുന്നു. ഈ പിന്നെ പറഞ്ഞ പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നു. അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഇറക്കില്ല. എന്റെ എല്ലാ കേസിലും വെറുതെ വിട്ടെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓൾറെഡി കാണിച്ചതല്ലേ. അപ്പൊ ഖാദർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. കാരണം ഖാദറിന്റെ പേരിൽ ഇപ്പൊ ഓൾറെഡി കേസായി കിടക്കുന്നുണ്ട്, FIR ഇട്ട് കിടക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അതവിടെ കിടക്കട്ടെ. ഈ സ്റ്റേറ്റ്മെന്റ് ഈ പിൻവലിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ചരിത്രം ഞാൻ എനിക്ക് പറഞ്ഞു തരട്ടെ. പണ്ട് കാസർഗോഡ് ജില്ലയിൽ ഒരു സ്കൂൾ കുട്ടികൾ വരുന്ന സമയത്ത് ഒരു കുട്ടീനെ പൊന്തക്കാട്ട് കൊണ്ടുപോയിട്ട് വൃത്തിയേട് കാട്ടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടാവും. അത് ഈ മറന്നിട്ടുണ്ടാവും, അല്ല കാസർഗോഡുള്ള ജനങ്ങൾ മറന്നിട്ടുണ്ടാവും. പിന്നെ അവിടുന്ന് നേരെ എവിടുക്കാ പോയത്, എങ്ങോട്ടാ പോയെന്നുള്ളതൊക്കെ നാട്ടിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ട് അവിടെ കിടക്കട്ടെ. അപ്പോൾ സ്വന്തം കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കാൻ ഇറങ്ങുന്ന എൻ്റെ യൂട്യൂബ് ചാനലും പറ്റില്ല. എന്തിനാണ് ഇങ്ങനെ ഈ ഫിത്തിനും ഫസാദൊക്കെ പറഞ്ഞ് കായ് ഉണ്ടാക്കുന്നത്? എൻ്റെ ഉമ്മാനെ തീറ്റിക്കാൻ വേണ്ടിയിട്ടാ? എടാ, ഇങ്ങനെയൊക്കെ ഫിത്തിനും ഫസാദൊക്കെ പറഞ്ഞ് പൈസ ഉണ്ടാക്കി തീറ്റിക്കുന്നതിലും ഭേദം വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതാ. ഈ കാസർഗോഡുള്ള ഖാദറിന്റെ ഏറ്റവും മെയിൻ പ്രശ്നം, ഓൻ പറഞ്ഞപ്പോ എനിക്ക് പെൺവാണി വന്നു. ഓൻ തിരൂര് വന്ന് ഇവിടെ റൂം എടുത്തിട്ടുണ്ട് എന്നുള്ളതിനെ തെളിവിന് ഹാജരാക്കാൻ തയ്യാറാ. ഈ കാണുന്ന ഹോട്ടൽ കണ്ടോ, ഇവിടെ എൻ്റെ ഖാദർക്ക വന്നിട്ട് ഖാദർ പറയട്ടെ ആൽഫിയുമായിട്ടാണ് ഞാനിവിടെ വന്ന് റൂം എടുത്തതെന്നുള്ളത് അവൻ പറയട്ടെ. അപ്പൊ ഞാൻ അതിനുള്ള ഫുൾ തെളിവും ആ പെണ്ണ് ഏതാന്നുള്ളത്, പെണ്ണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സഫുറ. അപ്പൊ പെണ്ണ് ആ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അവിടെ വന്നിട്ടുണ്ട് ആ പെണ്ണ്. അപ്പൊ ആൽഫി പറയട്ടെ ആൽഫിയാണ് ഞങ്ങൾ ഉണ്ടായിരുന്നു ഒരുമിച്ച് റൂമിൽ നിന്നാണ് അവളൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കട്ടെ. അല്ലെങ്കിൽ ഖാദർ പറയട്ടെ ഞാൻ ഇങ്ങനെ റൂമിൽ വന്നിട്ടില്ല. അപ്പൊ അവന്റെ കള്ളത്തരങ്ങൾ പോരാതിരിക്കാനും പിന്നെ CCTV, അതായത് സഫ ഒളിച്ചോടി പോകുന്നതിന്റെയും കാമുകനെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തുന്നതിന്റെയും CCTV ഞാൻ പുറത്തു വിടുമ്പോൾ എന്നുള്ളൊരു ഭയം നല്ലോണം അവർക്കുണ്ട്. അതുമൂലമാണ് ഈ കഥകളൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട്. നിങ്ങൾ എന്ത് കളി കളിച്ചാലും ഇടാനുള്ള വീഡിയോസ് ഞാൻ ഇട്ടുകൊണ്ടേയിരിക്കും. മനസ്സിലായാലോ അൽത്താഫെ? ഇടാനുള്ള വീഡിയോസ് ഞങ്ങൾ ഇട്ടുകൊണ്ടേയിരിക്കും. എനിക്ക് എന്തെങ്കിലും വേറെ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചിട്ടൊക്കെ ഒരു മനുഷ്യനെ ഇങ്ങനെ ആക്കാൻ എനിക്ക് ചെയ്തോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഓൾറെഡി പല പേരിൽ കേസ് കൊടുത്ത്, അത് വേറെ വിഷയം. ഓൾറെഡി എൻ്റെ കേസ് നമ്മളിവിടെ കൊടുത്ത് സൈബർ സെല്ലിൽ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെ ഭാഗത്താണല്ലോ. അപ്പൊ ഖാദർഖാനെ രക്ഷപ്പെടുത്താനുണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. അതവിടെ കിടക്കട്ടെ. പിന്നെ ഇനി എനിക്ക് എന്നോട് പറയാനുള്ളത് എന്താ വെച്ചാല്, എന്ത് വൃത്തിയേട് കാട്ടുമ്പോഴും എന്ത് വൃത്തിയേട് പറയുമ്പോഴും ഒരു ലിമിറ്റ് ഉണ്ടാവുന്നത് നല്ലതാണ്. ഓക്കെ, ഈ സഫ എന്നുള്ള വ്യക്തി അനക്കായി വിട്ടു തരുന്നുണ്ടെങ്കിൽ അതിന് മുന്നുള്ള വോയിസ് റെക്കോർഡുകൾ എൻ്റെ കയ്യിലുണ്ട്, അതും എനിക്ക് പോസ്റ്റ് ചെയ്യാം. ഈ മെഹനാസ് ആദ്യം ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തെളിവ് തരാതിരിക്കുക. അപ്പൊ ഞാൻ സഫയുടെ ഭാഗത്ത് നിന്ന് എന്നുള്ള സത്യ. പക്ഷേ അവന്റെ ഭാഗത്ത് നിന്ന് തെളിവുകൾ എനിക്ക് കിട്ടിയതിന് ശേഷം അതിനുള്ള ഉദാഹരണം ഞാൻ പറഞ്ഞത്, സഫിന്റെ ആദ്യത്തെ കമന്റിൽ ഞാൻ അവൾക്ക് അനുകൂലമായിട്ടായിരുന്നു ഇട്ടിരുന്നത്. കാരണം അന്ന് മെഹനാസ് എനിക്ക് തെളിവുകൾ അയച്ചു തന്നിട്ടില്ല. ഇന്നാണ് കുറച്ച് ദിവസം മുന്നെയാണ് മെഹനാസ് എനിക്ക് തെളിവുകൾ അയച്ചത്. അപ്പൊ ഞാൻ മെഹനാസിന്റെ ഭാഗമാണ് സത്യം എന്നുള്ളത് മനസ്സിലാക്കി. കാരണം തെറ്റുപറ്റി തിരുത്തുന്നതാണ് മനുഷ്യൻ. മനസ്സിലായോ? തെറ്റുപറ്റി തിരുത്തുന്നതാണ് മനുഷ്യൻ. അല്ലാതെ തെറ്റ് മനസ്സിലാക്കിയിട്ടും അതിനെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ കഴിയാത്ത മനുഷ്യനല്ല സഫ. ആ ഒരു കൂട്ടത്തിൽ പെട്ടതാണ്. ഇനി എന്നെ പറ്റി ഇനി എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കൊരു പുല്ലുമില്ല. മനസ്സിലായല്ലോ? ഇല്ലാ കഥകൾ പ്രചരിക്കുന്നത് ഖാദർകരിപ്പൊടി സ്ഥിരം പരിപാടിയാണ്. ഇപ്പൊ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്താ വെച്ചാൽ, ഖാദർകരിപ്പൊടിക്ക് എങ്ങനെയെങ്കിലും ഞാൻ ഈ വിഷയത്തിൽ സഫനെ കുറ്റം പറയുന്നത് നിർത്താം. എന്നാലും അവർക്ക് മെഹനാസിനെ ചൊറിയാൻ പറ്റുള്ളൂ. ഒരു ചെക്കനെ ഇല്ലാ കഥകൾ പറഞ്ഞപ്പോൾ ചൊറിയാൻ നമ്മൾ സമ്മതിക്കണമെന്നില്ല. അതിനിപ്പോ ഏതറ്റം വരെ നമ്മളെ വീഡിയോസ് നിങ്ങൾ ഏത് രീതിയിൽ ഇട്ടാലും നമുക്കൊരു തേങ്ങയില്ല. സഫ ഒളിച്ചോടി പോയ പെണ്ണാണ്. അവള് കാമുകനെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതിനുള്ള വ്യക്തമായ തെളിവുകൾ നമ്മളുണ്ട്. ഇപ്പൊ CCTVയും കാര്യങ്ങളും നമ്മൾ ഹാജരാക്കുന്നുണ്ട്. പിന്നെ അനക്കുള്ളത് ഇനി ഇതുമാതിരി കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ
ഞാൻ അൽത്താഫെ പൊന്നാര മോനെ ഞാൻ എന്നോട് കാര്യം പറയാം, അടിച്ച അണ്ണാക്ക് ഞാൻ കലക്കി തരും. ചില അറിയിച്ച് കാസർഗോഡാണോ അതോ കൊയിലാണ്ടി ആണോ എന്നൊന്നും നമ്മൾ നോക്കൂല. വീട്ടിൽ കയറി അടിച്ച അണ്ണാക്ക് ഞാൻ കലക്കി തരും. തലയിലെ തൊപ്പി ഉണ്ടല്ലോ, ആ തൊപ്പി തിരികെ മൂട്ടുക്ക് ഞാൻ തിരികെ തരും. മനസ്സിലാവും? ഇത് നിശാലാണ് പറയുന്നത്, അല്ലാണ്ട് കാതറല്ല. ഒരു അടീന്ന് കേൾക്കുമ്പോൾ അണ്ണാക്കിൽ ഒളിക്കുന്ന കാതറുണ്ടല്ലോ, ഓനല്ല ഞാൻ. ഓക്കെ, നോക്കിയും കണ്ടും എന്നെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്ന സമയത്ത് കാതറിനെ എനിക്ക് മുട്ടുകുത്തിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് അന്യം വല്ല മുട്ടുകുത്തിക്കാൻ പറ്റേണ്ട ദൂരം പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിന്റെ പേരിലുള്ള കേസ് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നെ വിളിപ്പിക്കും. ഈ നമ്പർ ഇത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ, ഈ നമ്പറിൽ എന്നെ വിളിക്കും. അപ്പൊ ഇജിടോ വാ, വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാം. ഓക്കെ, ഇനി ഇല്ലാ കഥകൾ ഈ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം പ്രചരിപ്പിച്ചാൽ പണ്ട് ആ കുട്ടീനെ പൊന്തക്കാട്ട് കൊണ്ടുപോയിട്ട് വൃത്തിയേട് കാട്ടിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, ആ സംഭവത്തിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മളും കൂടി പുറത്തേക്ക് ഇടുന്നുണ്ട്. അന്ന് എന്റെ ഉമ്മ കരഞ്ഞു ഓടുന്നതിന്റെയും മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇടുന്നുണ്ട്. ഇപ്പൊ ഉമ്മാനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ, എന്റെ ഉമ്മ കരഞ്ഞു ഓടുന്നതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇടുന്നു അൽത്താഫെ. അപ്പം സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ നോക്കിയും കണ്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കുക. ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഇറക്കുക, അടിച്ച അണ്ണാക്കാൻ കലക്കും. റമദാൻ മാസമാണ് ഈ കള്ള ഇതിന് വേണ്ടിയിട്ട് മാത്രം പറയിപ്പിക്കാൻ ഇറക്കാൻ. ഓക്കെ.